പടച്ചവനെ ഗൗരവമാണ് ചെറുപ്പക്കാരാ. കാര്യം നിസാരമാണെങ്കിലും കാര്യം ഗൗരവമാണ്. യകൂനു നസ്ഉറുഹി ഇൻദ മൗതിഹി ശദീദാ. അവന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് വന്നിട്ട് പിടിക്കുന്ന സമയമുണ്ടല്ലോ. പടച്ചവനെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് വല്ലാത്ത കാഠിന്യമാണ്, വല്ലാത്ത നൊമ്പരമാണ്, വല്ലാത്ത ദുഃഖമാണ്. മദീനത്തിന്റെ മണൽപ്പരപ്പിന്റെ രാജകുമാരൻ പോലും ലോകത്തും വിട പറയുന്ന സമയത്ത് കരഞ്ഞല്ലോ. കരഞ്ഞിട്ട് പറഞ്ഞല്ല, റബ്ബേ ഈ റൂഹ് പിടിക്കുന്നത് മുഹമ്മദ് നബിയുടെ റൂഹാണല്ല റബ്ബേ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മദീനത്തിന്റെ മുത്ത് പോലും കരഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ച റബ്ബ് നമുക്ക് തന്നുപോയ നിഅമത്താ നമ്മുടെ നാവ്. ആ നാവ് കൊണ്ട് ആരെയെങ്കിലും പറ്റി ഒരൊറ്റവട്ടം ഗീബത്ത് പറഞ്ഞ അവന്റെ മരണത്തിന്റെ സമയത്ത് കാഠിന്യമാണ്, അവനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല. യസീറു ഖരീബൻ ഇലന്നാർ. അല്ലാഹ് നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ കരയുന്നുണ്ട്, അല്ലാഹുവിലേക്ക് പൊട്ടിക്കരയുന്നുണ്ട്. പടച്ച റബ്ബേ നിന്റെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് ഓതുമ്പോഴാകട്ടെ അതിനകത്തൊക്കെ നമ്മൾ പറയുന്നത് റബ്ബേ മിൻ അദാബിന്നാർ, നിന്റെ നരകത്തെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാ നമ്മൾ പറഞ്ഞു പോകുന്നതെങ്കിൽ എന്റെ പെങ്ങളെ, ഒരൊറ്റ വെട്ടം നമ്മൾ ഗീബത്ത് പറഞ്ഞൊരു പെണ്ണാണോ, ഗീബത്ത് പറഞ്ഞ ചെറുപ്പക്കാരനാണോ, ഗീബത്ത് പറഞ്ഞ ബാപ്പയാണോ, എന്നാൽ അല്ലാഹു തആല തരുന്ന ശിക്ഷ ഏതെന്നറിയോ? യസീറു ഖരീബൻ ഇലന്നാർ. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് അവൻ അടുത്തവനാണ്, നരകത്തിലേക്ക് അവൻ അടുപ്പിക്കുകയാ. പിന്നെയോ യസീറു ബഈദ മിനൽ ജന്നാ. പടച്ചവനെ സ്വർഗത്തിൽ നിന്നവൻ വിദൂരത്താണ്, സ്വർഗത്തിന്റെ ഫോട്ടോ അവനിക്ക് കാണിക്കൂല, മരിക്കുന്ന സമയത്ത് സ്വർഗം കാണിക്കൂല, ഖബറിന്റെ ഉള്ളിൽ സ്വർഗം കാണിക്കൂല, അല്ലാഹുവിന്റെ മഹ്ശറയിൽ സ്വർഗത്തിന്റെ സന്തോഷത്തിലേക്ക് അവനെ കടത്തിവിടൂല്ല. അല്ലാഹു നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. അഞ്ചാമതായി പറയുന്നതാണ് യസീറു ബഈദ മിനൽ ജന്നാ. പടച്ചവന്റെ സ്വർഗത്തെ ചോദിക്കണമെന്നാണല്ലോ. അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. നിറഞ്ഞ മനസ്സോടെ പരിശുദ്ധമായ റമളാനിൽ ഓതുന്ന ചെറുപ്പക്കാരാ, ഓതുന്ന പെങ്ങളെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന. പടച്ചവനെ നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുകയാ. വഅഊദു ബിക മിനന്നാർ. നിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ പറ്റിയിട്ട് കാവല് ചോദിക്കുന്നെന്ന് പറഞ്ഞവരെ, പക്ഷേ ഗീബത്ത് പറഞ്ഞവരാണോ? എന്തേ പറഞ്ഞത്? യസീറു ബഈദ മിനൽ യസീറു ബഈദ മിനൽ ജന്നാ. പടച്ചവന്റെ സ്വർഗത്തിൽ നിന്ന് വിദൂരമാണ്. ആറാമതായി പറഞ്ഞു എന്തെന്നറിയോ? ഇസ്തദ്ദു അലൈഹി അദാബുൽ ഖബർ. പടച്ചവനെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നു, എല്ലാവരും പറയുന്നവൻ നല്ലവനാണ്, അവൻ നിസ്കരിക്കുന്നവനാണ്, അവൻ നോമ്പ് നോക്കുന്നവനാണ്, സുന്നത്ത് നോമ്പെടുക്കുന്നവനാണ്, പടച്ചവന്റെ ദീനിന് വേണ്ടി ഒരുപാട് ഹദിയ ചെയ്യുന്നവനാണ്, ദീനിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവൻ കടന്നു പോകുന്നവനാണ്, അവനിക്ക് നല്ല മരണമാണ്, അവനെ പോലെ സന്തോഷമുണ്ടോ? അവന്റെ ഖബറല്ലാതെ പിന്നെ ആരുടെ ഖബറാണ് സ്വർഗമാവുക? എന്റെ പ്രിയമുള്ള ഉമ്മ, എപ്പോഴെങ്കിലും നമ്മൾ ഗീബത്ത് പറഞ്ഞ ഇസ്തദ്ദു അലൈഹി അദാബുൽ ഖബർ, ഖബറിന്റെ അദാബ് കാഠിന്യമാണ്.
അവിടെ സന്തോഷമില്ല, നേരം പോക്കാക്കുന്ന മലക്കുകളില്ല, റഹ്മത്തിന്റെ മാടാളങ്ങൾ അല്ലാഹുവേ റഹ്മത്തിന്റെ കവാടങ്ങൾ അവിടെ തുറക്കൂല. അവിടെ വേദനാജനകമാണ്. ഏഴാമതായിട്ട് പറയുന്നതോ യുഹ്ബിതു അമലുഹു, അവന്റെ എല്ലാ അമലുകളും അല്ലാഹു പൊളിച്ചു കളയുന്നതാണ്. ഒന്നാമത്തെ ദിവസം മുതൽ ഈ ഒരു ഭാഗത്ത് കരിങ്കല്ലത്താണ്, ഈ ഒരു ഭാഗത്ത് അല്ലാഹുവേ പ്രഭാഷണമുണ്ടെന്നറിയുമ്പോ ഏത് ഉസ്താദുമാര് വന്നാലും ആവേശത്തോട് ഓടി വരുന്ന ചെറുപ്പക്കാരാ, ഓടി വരുന്ന പെങ്ങളെ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന, ഒരുപാട് ആമീൻ പറയുന്നവരെ, എന്തിനേറെ പരിശുദ്ധമായ റമളാനെന്ന് കടന്നു വന്നപ്പോ പടച്ചവന്റെ ഖുർആന് ഒരു ഖത്തവും 2 ഖത്തവും 3 ഖത്തവുമൊക്കെ ഓതാന മനസ്സുകൊണ്ട് കരുതിയിട്ടിരിക്കുന്നവരെ, എത്രയോ ഖുർആൻ നമ്മൾ മുമ്പ് ഓതിയിട്ടുണ്ട്. പടച്ച റബ്ബ് നമുക്ക് പ്രായപൂർത്തി എപ്പോഴാ തന്നത്? ആ സമയം മുതൽ നമ്മൾ നിസ്കരിച്ചവരാ, നമ്മൾ നോമ്പെടുത്തവരാ, നമ്മൾ സദഖ ചെയ്തവരാ, നമ്മൾ സക്കാത്ത് കൊടുത്തവരാ, പടച്ചവന്റെ ദീനിന്റെ വഴികളിലൂടെ കടന്നു പോയവരാ നമ്മൾ. അല്ലാഹ് ഒരു ഗീബത്ത് പറഞ്ഞൊരു പെണ്ണായ, ഗീബത്ത് പറഞ്ഞ മനുഷ്യനായ പടച്ചവനെ യുഹ്ബിതു അമലുഹു, അവന്റെ മുഴുവൻ അമാലുകളും പടച്ച റബ്ബ് പൊളിച്ചു കളയുമെന്ന. പിന്നെയോ യതഅല്ലാ മിൻഹു റൂഹുൻ നബിയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആത്മാവുമായി അവന്റെ ആത്മാവിന് യോജിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിയോടൊപ്പം അവനിക്ക് ചേരാൻ കഴിയില്ല. പിന്നെയോ യുസ്ഖിത്തുല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപം അവന്റെ മേൽ കാഠിന്യമാ. പടച്ചവന്റെ കോപത്താണ് അല്ലാഹുവിന്റെ കോപമാ. പിന്നെയോ യസീറു മുഫ്ലിസൻ യൗമൽ ഖിയാമത്തി ഇൻദൽ മീസാൻ, പടച്ചവനെ നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ, മഹ്ശറയിൽ വരുമ്പോ, മീസാൻ എന്ന് പറയുന്ന ത്രാസില് അവനിക്ക് നന്മകളില്ല. പക്ഷേ ഒരുപാട് നിസ്കരിച്ചവനാണ്, ഒരുപാട് നോമ്പെടുത്തവനാണ്, ഒരുപാട് സുദഖ ചെയ്തുകൊണ്ട് കടന്നു വന്നവനാണ്. പക്ഷേ ഒന്നുമില്ല, മുഫ്ലിസ, അവൻ പാപ്പരാണ്. അവന്റെ അമാലുകൾ മറ്റുള്ളവന് കൊടുത്തു, അവന്റെ നിസ്കാരം മറ്റുള്ളവന് കൊടുത്തു, അവന്റെ നോമ്പുകൾ മറ്റുള്ളവന് കൊടുത്തു. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അലിയേ, നിന്റെ നാവിനെ നീ സൂക്ഷിച്ചവനാണോ? നിനക്ക് ഉറപ്പാണോ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചോ അലിയേ? ഞാനും നിങ്ങളൊക്കെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കടന്നു പോവാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങളൊക്കെ തന്നെയാണ് സദഖ ചെയ്തത്, ഒക്കെ ശരിയാണ്. ഒരുപാട് ഖുർആൻ ഓതി. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ വരുമ്പോ ആ റമളാനിന്റെ ഓരോ ദിവസങ്ങളും ചില ഉമ്മമാർ, ചില ചെറുപ്പക്കാർ, വാപ്പമാർ അടയാളം വെച്ചു. ഇത്ര പേജ് ഇത്ര ദിവസം ഓതണം, ഇത്ര പേജ് ഇത്ര ദിവസം ഓതണം, അടയാളപ്പെടുത്തി നമ്മൾ ഓതി. അങ്ങനെ 1 ഖത്തായി, 2 ഖത്തമായി, 3 ഖത്തമുകളായി, 4 ഖത്തമുകളായി. നമ്മുടെ പ്രതീക്ഷ എന്താ? അള്ളാന്റെ പൊരുത്താണ്, അള്ളാഹുവിന്റെ പൊരുത്താണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനെ പറ്റി ഒന്നും പറഞ്ഞേക്കല്ല. ആരാ ഇന്ന് ഫിത്നയും ഫസാദൊക്കെ ഉണ്ടാക്കുന്നവരാരാ? നിസ്കാരമില്ലാത്തവരൊന്നും അല്ലല്ലോ, നോമ്പില്ലാത്തവരൊന്നും അല്ലല്ലോ, സദഖ ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. ആരാ ഇന്നിപ്പോ ഇതിന്റെ പിന്നാലെ പോവാ? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ, അതിനിപ്പോ നോമ്പ് നോറ്റവരാണെന്ന് പറഞ്ഞിട്ടില്ല, നോമ്പില്ലാത്തവരാണെന്നും പറഞ്ഞിട്ടില്ല,
അൻതശി അൽ ഫാഹിഷ, മോശമായത് വിളിച്ചു പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, വല്ലാത്തൊരു ആനന്ദമാണ്. ആളുകളെ പറ്റി കുറ്റങ്ങൾ പറയാൻ, ഫിത്നകൾ പറയാൻ, പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം മുടക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഏതെങ്കിലും ഒരു സാധു ഒന്ന് സഹായിക്കാൻ പോകുമ്പോ അതിനെ മുടക്കാനൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്റെ വാക്കല്ല, അവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ട്, ചോദിച്ചു നോക്കി റബ്ബിന്റെ ഖുർആനാണ് അല്ലേ. ആരെ ഈ പറയുന്ന ഫില്ലദീന ആമനൂ, അവര് വിശ്വസിച്ചവരാണ്, നിസ്കരിച്ചവരാണ്, ഖുർആൻ ഓതിയവരാണ്, സദഖ ചെയ്തവരാണ്. നമ്മൾ തന്നെ ചിന്തിക്കും, നമ്മളെല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ഇന്ന് വരെ നമ്മൾ ഒരാളെയും ഒന്നും പറഞ്ഞിട്ടില്ല? ഈ നിസ്കരിച്ചുണ്ടല്ലേ നമ്മൾ പറഞ്ഞത്. അതുപോലെ ഇപ്പൊ തറാവീഹ് നിസ്കരിച്ച് നേരെ പള്ളിയിൽ നിറങ്ങിയപ്പോ അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ലേ? നമ്മൾ നോമ്പ് നോറ്റു പോകുമ്പോ ഒരുപാട് നമ്മൾ സഹിച്ച് പിടിച്ചു വെക്കാൻ തോന്നി, നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ. ഒരാളെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ എടുത്ത്, പടച്ചോനെ റമളാനാണ് റബ്ബേ, നീ എനിക്ക് മാപ്പ് തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. ആരെയാണോ കുറ്റപ്പെടുത്തിയത്, ആരെയാണോ കളിയാക്കിയത്, ആരെയാണോ മോശപ്പെടുത്തിയത്, അവരോട് തന്നെ ചെന്നിട്ട് പൊരുത്തം ചോദിക്കണം. അവര് പൊരുത്തപ്പെടുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊരുത്തപ്പെട്ടു തരുന്നത്. കേൾക്കുമ്പോ കാര്യം നിസ്സാരാണ്, പക്ഷെ കാര്യം ഗൗരവമാണ്. ഇവിടെ നമ്മൾ എന്തിനാപ്പോ ഈ കണ്ട നിസ്കാരങ്ങളും ഈ നോമ്പുകളും ഈ സ്വതക്കകളും ഒക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാ? നാളെ പടച്ചവന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കാനാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ പൊന്നാര ചെറുപ്പക്കാര? അല്ല, നമുക്ക് അള്ളാന്റെ കൂലി കിട്ടാനാണ്. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന എന്തിനാ? ഞാൻ വരുന്നു എന്നുള്ളത് കൊണ്ടല്ല, അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വന്നത്. നമുക്കൊക്കെ എന്ത് വിലയുള്ളത്? നിങ്ങൾ വന്നത് അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കാനാണ്, അള്ളാഹുവിനോടുള്ള മഹബത്താണ്. നിങ്ങൾ വന്നിരുന്നു എന്തിന്? അള്ളാന്റെ പൊരുത്തം കിട്ടാൻ അല്ലേ? പക്ഷെ നമ്മൾ ഇവിടെ നേരെ ഇറങ്ങി, ഇവിടത്തെ വാദം കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് വേറെ ആരെങ്കിലും പറ്റി വല്ലതും പറഞ്ഞാലോ? നമ്മൾ ഇരുന്നതിന്റെ കൂലി നഷ്ടപ്പെട്ടില്ലേ? നമ്മൾ ഓതിയതിന്റെ കൂലി നഷ്ടപ്പെട്ടില്ലേ? ഇല്ലേ? എന്തിനാ നമ്മൾ ചെയ്തിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത്? നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ നമ്മുടെ നിസ്കാരം നമുക്ക് തന്നെ വേണ്ടേ? നമ്മുടെ നോമ്പ് നമുക്ക് തന്നെ വേണ്ടേ? നമ്മൾ ചെയ്തിട്ടുള്ള സ്വതക്കകൾ നമുക്ക് തന്നെ വേണ്ടേ? എങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് നാവിനെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ മനസ്സിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയ്, സ്വലാത്ത് കുറയ്ക്കല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സൂക്ഷിക്കണം, ഒന്നും അറിയാതെ പറയരുത്. ചില ആളുകൾ ഒരു മനുഷ്യനെ പറ്റി അങ്ങോട്ട് പറയാന്നെ, അതിന് ഉള്ളതാണോ എന്ന് അറിയണ്ട, ഇല്ലാത്തതാണോ ഒന്നും അറിയണ്ട. എന്തിനേറെ ഞാൻ ഒരു കഥ പഠിപ്പിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി പാതിരാത്രി കിടന്നുറങ്ങുമ്പോ സുലൈമാനുൽ ഖാനൂൻ ഒരു സ്വപ്നം കാണുകയാണ്. ഈ ചരിത്രം നിങ്ങളുടെ ജീവിതത്തിൽ കുത്തിവെക്കാനുള്ള, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരാനുള്ളതാണ്. സുലൈമാനുൽ ഖാനൂൻ കണ്ടിട്ടുള്ള ആ സംഭവം ഏതെന്നറിയോ? ആ സ്വപ്നം ഏതെന്നറിയോ? സുലൈമാനുൽ ഖാനൂനേ, അതാ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ നാട്ടിലുള്ള ഒരാള് മരിച്ചിട്ടുണ്ട്, സുലൈമാനുൽ ഖാനൂൻ. അവനെ നിങ്ങളൊന്നെടുക്കണേ, അവനെ വന്ന് കുളിപ്പിക്കണേ, അവനെ വന്ന് മറമാടണേ. സുലൈമാനുൽ ഖാനൂൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഈ നാട്ടിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ സുലൈമാനുൽ ഖാനൂനോട് ആ നാട്ടുകാര് പറഞ്ഞു, രാജാവേ, നിങ്ങൾ അന്വേഷിക്കുന്ന കോലത്തിൽ ഒരാൾ ഇവിടെ മരിച്ചിട്ടില്ല. നിങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരാൾ ഇവിടെ മരിച്ചിട്ടില്ല. സുലൈമാനുൽ ഖാനൂനെ കുറിച്ച് മുൻകോപമുള്ള ആളാണ്. ഉടൻ തന്നെ സുലൈമാനുൽ ഖാനൂൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളാണോ പറഞ്ഞത് മരിച്ചിട്ടില്ലെന്ന്? ഇവിടെ മരിച്ചു എന്ന് എനിക്കറിയാമല്ലോ. അവസാനം മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ പറയുന്നു, തങ്ങളെ, ഇവിടെ ഒരാള് മരിച്ചിട്ടുണ്ട്, അവൻ കള്ളു കുടിച്ചവനാ.
പോവുകയാണ്. അവൻ വ്യഭിചരിച്ചവനാ, റബ്ബിനെ ഓർക്കാതെ കടന്നു പോയവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അവനെ കുളിപ്പിക്കില്ല, ഞങ്ങൾ അവനെ പൊതിയില്ല, ഞങ്ങൾ അവനെ കബറടക്കില്ല. അല്ലാഹുവേ, സുലൈമാനുൽ ഖാനോ അവിടെന്ന് ചോദിച്ചു, ഇവന്റെ വീട് എവിടെയാണ്? ആളുകൾ കാണിച്ചു കൊടുത്ത കാണുന്ന പർവ്വതം കണ്ടോ, കാണുന്ന മലമുകൾ കണ്ടോ, ആ മലമുകളിലാണ് അവൻ താമസിക്കുന്നത്. അതുകൊണ്ട് അവിടത്തേക്കൊന്ന് കടന്നു പോകാൻ വേണ്ടി തീരുമാനിക്കുന്ന സുലൈമാനുൽ ഖാനൂർ ആ കിടക്കുന്ന മനുഷ്യന്റെ ജനാസ എടുത്ത് തോളത്തേക്കിടുകയാ. ഒരു നാട്ടിന്റെ ഭരണാധികാരി ആ മനുഷ്യന്റെ മയ്യത്തെടുത്ത് തോളിലിട്ടു. പടച്ചവനേ, മലമുകളിലേക്കൊന്ന് കടന്നു പോവുകയാണ്. വീടിന്റെ വാതിലിൽ മുട്ടുമ്പോ ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവള് കടന്നു വരികയാണ്. ഭാര്യ കടന്നു വന്നു. ഉടൻ തന്നെ ചോദിക്കുന്നു, ഈ മനുഷ്യനെ പെണ്ണെ നിനക്കറിയോ? അവിടെന്ന് പറഞ്ഞ്, എനിക്കറിയാ പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. എന്തേ എന്റെ ഭർത്താവിന് പറ്റിയത്? നിന്റെ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയി. പൊന്നുമോളെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ വന്നവനാണ്. നിന്റെ ഭർത്താവ് ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ഞാൻ അവിടെ നിൽക്കുന്നവരോട് എന്തേ നിങ്ങൾ മയ്യത്തെടുക്കാത്തത്? എന്തേ നിങ്ങൾ കുളിപ്പിക്കാത്തത്? എന്തേ നിങ്ങൾ പൊതിയാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് നാട്ടുകാരെന്നോട് പറഞ്ഞത് അവൻ വ്യഭിചരിക്കുന്നവനാണെന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, കള്ളു കുടിച്ചുകൊണ്ട് വരുന്നവനെന്നാ പറഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ ഇവിടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെണ്ണ് പറഞ്ഞു, വല്ലാഹി ലാ ഇന്ന് വരെ എന്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല, ഇന്ന് വരെ എന്റെ ഭർത്താവ് വ്യഭിചരിച്ചിട്ടില്ല, അതിന് പൂർണ്ണ ഉറപ്പെനിക്കുണ്ടേ. പടച്ചവനെ, സുലൈമാനുൽ ഖാനോന് ചോദിച്ചു പോവുകയാണ്, എന്തേ നീ എങ്ങനെ പറയാനുള്ള കാരണം? നാട്ടുകാര് പറയുന്ന മറ്റൊന്നാണ്, ഭാര്യയാകുന്ന നീ പറയുന്ന മറ്റൊന്നാ. അവര് പറയുന്നതിൽ കാരണമുണ്ട് തങ്ങളെ. അപ്പോഴാണ് ചോദിക്കുന്നു, നിങ്ങളാരാണ്? നിങ്ങളാരാണ്? അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഈ നാടിന്റെ ഭരണാധികാരി, ഞാൻ സുലൈമാനുൽ ഖാനൂനാണ്. എന്നാൽ അവിടെ നിൽക്കട്ടെ, കാര്യം പറയൂ. അവിടെ നിന്ന് പ്രിയപ്പെട്ടവള് പറഞ്ഞു, നാട്ടുകാര് പറയുന്നതിൽ കാരണമുണ്ട്. കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകാറുണ്ട്. ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് വന്നിട്ട് കല്ല് ഷാപ്പിലേക്കൊന്ന് കടന്നു പോവുകയാണ്. കല്ല് കച്ചവടം ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്റെ ഭർത്താവ് കടന്നു പോകും. അവിടെ ഉള്ള മുഴുവൻ കല്ലും അതാ വിലക്കെടുക്കുകയാണ്. അവിടെ ഉള്ള മുഴുവൻ കല്ലും വിലക്കെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്, വരുവോ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയി വലിയ ഒരു കുഴി കാണിച്ചു കൊടുക്കുകയാ. ആ കല്ല് മുഴുവനും മേടിച്ച് ഈ കുഴിയിൽ കൊണ്ടുവന്ന് എന്റെ ഭർത്താവ് ഒഴിക്കാറുണ്ട്. ഞാനെങ്ങനെ ചോദിക്കാറുണ്ട്, ഭർത്താവേ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഈ കല്ല് മുഴുവനും കൊണ്ടുവന്നിട്ട് ഇവിടെ ഒഴിക്കുന്ന കാരണം എന്താണ്? പൊന്നുമോളെ, ഇത് ഞാൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഈ കുഴിയിലേക്ക് ഒഴിച്ചാൽ ഇവിടെ ഉള്ള കുറെ ആളുകൾ കള്ളുകുടി ഒഴിവാക്കുമല്ലോ, പടച്ചവനെ ഓർക്കാനുള്ളൊരവസരം അവർക്ക് ലഭിക്കുമല്ലോ. അതുകൊണ്ട് ഈ കള്ളു മുഴുവനും മേടിച്ചു കൊണ്ടുവന്ന് കുഴിയിലേക്ക് ഒഴിക്കുന്നത്. അല്ലാതെ എന്റെ ഭർത്താവ് കള്ളു കുടിച്ചിട്ടില്ല, അപ്പൊ വ്യഭിചരിച്ചെന്ന് പറയുന്നതോ? എന്റെ ഭർത്താവ് കടന്നു പോകും. ആ നാട്ടിൽ 3-4 വ്യഭിചാരിണികളായ സ്ത്രീകളുണ്ട്. അവരുടെ പക്കത്തേക്ക്, അവരുടെ ചാരത്ത് പോയിട്ട് അവർക്ക് ആ ചില്ലറ കാശ് കൊടുത്തിട്ട് പറയും, സഹോദരിമാരെ ഇത് വേണ്ട, പടച്ചവനെ കിട്ടപ്പെടൂല്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുവോ, ഈ കാശ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉപജീവന മാർഗം, നിങ്ങളുടെ ഉപജീവന മാർഗം നിങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. അവരെ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സ്വഭാവം എന്റെ ഭർത്താവിനുണ്ട്. എന്റെ ഭർത്താവ് ചെയ്തത് നന്മകളാണ്, പക്ഷെ ആളുകൾ കാണുമ്പോൾ അത് കുറ്റമാണ്. എന്റെ ഭർത്താവ് ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചു, ഭർത്താവേ, നിങ്ങൾ ഇങ്ങനെ വ്യഭിചാരികളുടെ ചാരത്ത് പോയിട്ട്, കള്ള് ഷാപ്പിൽ പോയിട്ട് അതിന്റെ ഇടയിൽ നിങ്ങൾ മരിച്ചുപോയാ
നിങ്ങളുടെ മയ്യത്താര് കുളിപ്പിക്കും, നിങ്ങളാര് പൊതിയും, നിങ്ങളാര് കബറെടുക്കും എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ മറുപടി അറിയോ? ഈ നാട്ടിന്റെ ഭരണാധികാരിയായ സുലൈമാനുൽ ഖാനൂനുണ്ട്, പടച്ചവനെ പേടിച്ചുകൊണ്ട് കഴിയുന്ന ആളാ. ആ സുലൈമാനുൽ ഖാനൂൻ എന്റെ മയ്യത്ത് പൊതിയും, എന്റെ മയ്യത്ത് നിസ്കരിക്കും, എന്റെ മയ്യത്ത് കുളിപ്പിക്കും എന്ന് പറയുമ്പോ അതിപ്പോഴാ എനിക്ക് മനസ്സിലായത് തങ്ങളെ. ഒരു മനുഷ്യനെ പറ്റിയും നമ്മൾ അവന്റെ പുറംപൂച്ച് നോക്കിയിട്ട് അവനെ വിലയിരുത്തരുത്, അല്ലേ? നമ്മളിപ്പോ ആരെങ്കിലും ഒരാളുമായിട്ട് വഴിയോരത്ത് നിന്നിട്ട് ഇപ്പൊ സംസാരിക്കുന്ന എന്താ പറയും? അവനാള് തീരെ ശരിയല്ല, അവനാള് തീരെ ശരിയല്ല, അവ അങ്ങനെ ഇങ്ങനെ പച്ചയിറച്ചി ഇങ്ങനെ തിന്നോണ്ട് നടക്കും, മറ്റുള്ളവരെ കുറ്റം പറയും, ആക്ഷേപിക്കും. അവന്റെ കൈ ഇല്ലാത്ത പണിയും ഇല്ലട ചങ്ങായി, അതുകൊണ്ട് നീ നിന്റെ ജോലി നോക്ക് എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരല്ലേ നമ്മള്? വേണ്ട. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് വെറും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രണ്ടുപേർ, ആണുങ്ങളാകട്ടെ സഹോദരിമാരാകട്ടെ, സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോ നമ്മൾ അതിനെ മോശമായി ചിത്രീകരിക്കരുത്. പാടില്ല, മോശമായി ചിത്രീകരിക്കരുത്. അതിലൂടെ ഒരുപക്ഷെ അവർ സംസാരിക്കുന്നപ്പോ നന്മകളായിരിക്കും, സന്തോഷങ്ങളായിരിക്കും, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ പറയാം, അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് എല്ലാ സ്ഥലങ്ങളിലും ഓതാറുണ്ട്, ഇല്ലേ? നമ്മുടെ നാവ്, ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, നിന്റെ ഈ നോമ്പ് നിന്റെ ഇതേ നാവ് കൊണ്ട് നീ അതിനെ കളയരുത്, നീ അതിനെ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. നീ ഒരുപാട് നിസ്കരിക്കുന്നവനാണെങ്കിലും ഒരുപാട് നോമ്പ് നോക്കുന്ന പെണ്ണാണെങ്കിലും നിന്റെ ഈ ഒരു നാവിന്റെ ഒരു സെക്കൻഡ് മതി അള്ളാഹുവിന്റെ നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയാൻ. ആരോടെ പറയണത്? സയ്യിദുനാ അലിയൻ ഖറമഹുല്ലാഹ്, അലി ഇബ്നു അബീ താലിബ് തങ്ങളോടാണ്. അലിയാർ നിങ്ങൾ കളവ് പറഞ്ഞിട്ടാണോ? അല്ല. അലിയാർ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടാണോ? അല്ല. അലിയാർ നിങ്ങൾ മോശമായിട്ടാണോ? അല്ല. നമുക്ക് വേണ്ടിയാണ് അന്ന് അവരുടെ സംസാരം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സംസാരിച്ച ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ലേ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ? അള്ളാഹു നമ്മുടെ നാവിനെ സൂക്ഷിക്കാനുള്ള സന്തോഷം നൽകട്ടെ. എന്ന് പറയും, എന്തൊരു മടി, അള്ളാഹു അതിനുള്ള സൗഭാഗ്യം തരട്ടെ. ഈ നാട്ടുകാരെ പറ്റി എനിക്ക് അധികമൊന്നും പറയണ്ട, നന്നായിട്ടറിയാം, നല്ല ഉഷാറാൻ. പിന്നെ ഇനിയിപ്പോ നോമ്പക്കായന്റെ ക്ഷീണം ഉണ്ടാവും, എന്നാലും ഉറക്കെ പറയും, അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. അതെ, നിർത്താറായിട്ടുണ്ടോ? അതും അറിയില്ലല്ലോ, നിർത്താറായിട്ടുണ്ടോ? എന്താ ഞങ്ങൾ മിണ്ടാത്ത? ഇല്ലല്ലേ? നിങ്ങളെ ഞാൻ ചോദിച്ചില്ല. അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. നിങ്ങളുടെ ആമയും കുറയുമ്പോൾ അങ്ങനെ ഒരു ഇഷ്കാല് തോന്നണം, ചിലര് സംശയം തോന്നാം. എന്താ നോക്കി നിങ്ങൾ നാലിപ്പുറം ഉസ്താദ കണക്കുള്ളവരൊക്കെ ഈ പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യം ഈ ഇരിക്കണ ഉസ്താദ്മാർക്കൊന്നും അറിയാഞ്ഞിട്ടല്ല, എന്നെക്കാളും എനിക്കൊന്നും ഇല്ല, ഇവരിയ്ക്കുന്നവർക്കൊക്കെ അൽഹംദുലില്ലാഹ് ഇൽമിന്റെ ബഹറുകളാ. നമ്മുടെ സ്റ്റേജിലുള്ളവര്, നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പല ഉസ്താദുമാരുണ്ട്. അവരൊക്കെ എന്തിനാ വന്നതെന്നറിയോ? ഞാൻ ഈ പറയുന്ന കാര്യം അവർക്ക് അറിയാഞ്ഞിട്ടല്ല. അവര് വന്നത് ഈ സദസ്സിന്റെ മഹാത്മ്യമുണ്ട്, അല്ലേ? ജീവിതം ഒന്നേ പറയുവതായിരുന്നാനേ, മനസ്സുകളേറ്റവും കരഞ്ഞു കണ്ണിൽ പോയി എന്നാനേ, ഖൽബ് തണുത്തു പോയാനേ. ഇല്ല റഹ്മാനേ, കനിവത് ചെയ്യണം കോനേ, നിന്റെ റിളായിലായി എന്നെ നീ നാടത്തണം കോനേ, കരുണകളേറ്റിടേണേ പാപമെല്ലാമേ മാറ്റി ജീവിക്കാനാണ് ഏറ്റമേറ്റം പൂതി കൽവിൽ കൊണ്ടുവന്നാനേ, കനിവുകൾ നൽകിടം കോനേ. അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ പുറത്ത് സന്തോഷത്തോടുകൂടി പോവാനാണ്, നമ്മുടെ ഇബാദത്തുകൾ സൂക്ഷിക്കാനാണ്, സന്തോഷത്തിന്റെ വഴിയിലൂടെ ആനന്ദത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി റബ്ബിന്റെ പൊരുത്തം കിട്ടാനാണ്. അപ്പോ ഈ സദസ്സിൽ വന്ന ഒരാളും പാഴാകൂല. അല്ലാഹുവേ, നമുക്ക് ഒരുമിച്ച് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കടന്നു പോകാനുള്ള സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ കൊണ്ടുവന്നതിൽ നല്ലൊരു ഹദിയ ആ ബക്കറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉറക്കൊന്ന് ചൊല്ലിക്ക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന.
കുറയ്ക്കല്ലേ. അഊദു ബിക മിനന്നാർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്ന, അഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇവിടെ വെച്ച് ചെല്ലിപ്പിക്കണ വെറുതെ അല്ല, ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്. ദുആക്ക് ഉത്തരം ഉറപ്പാണ്. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലുതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നോറ്റുവീട്ടിയ നോമ്പുകൾ അതിന്റെ പ്രതിഫലം എവിടെയും നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് തന്നെ നൽകണേ അല്ലാഹ്. ഇത് കാരണത്താൽ പാപങ്ങൾ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മൾ സ്വന്തമായിട്ട് വീക്ഷിക്കണം. നമ്മൾ സ്വന്തമായിട്ട് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആര് നന്നാക്കാനാണ്? അൽഹംദുലില്ലാഹ് ഒരുപാട് വാളൊക്കെ നമ്മൾ കേൾക്കും, ഒരുപാട് വാളുകൾ നമ്മൾ കേൾക്കും. എന്നാൽ സ്വന്തം മനസ്സുകൊണ്ടുകൂടെ കരുതണം, പടച്ചവനെ നന്നാവണമെന്ന്. അപ്പോഴൊരു ഈമാനികമായ മാറ്റം നമ്മുടെ ഖൽബിലേക്ക് വരുള്ളൂ. അല്ലാതെ ഫിത്നയും വസാദൊക്കെ പറഞ്ഞ് അല്ലാഹ് പറയും, നീ ചെയ്തതിന്റെ ശിക്ഷ നിനക്ക് ഉറപ്പാണ്. അല്ലേ? എപ്പോഴും ഞാൻ നിങ്ങൾ ഓതാറുണ്ട് ആയത്ത്, അല്ലാഹുവിന്റെ ഖുർആൻ, ഇദാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഖീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹു ഖസനതുഹാ ألم نأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. അല്ലാഹു മനുഷ്യന്മാരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു സമയമുണ്ട്. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഞാൻ പറഞ്ഞതിന്റെ പേര് നിങ്ങൾ ആമീൻ പറയരുത്, നിങ്ങളുടെ മനസ്സിൽ തട്ടി പറയണം, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അല്ലാഹ് പറയാൻ, എടാ നിനക്ക് മുന്നറിയിപ്പുകാരൊക്കെ വന്നില്ലേ നോമ്പ് നല്ലതുപോലെ നോറ്റു വീട്ടാൻ. തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണമെന്ന് പറയാൻ. അഖീമുസ് സ്വലാ, നിസ്കാരത്തെ നിലനിർത്തണമെന്ന് പറയാൻ. സക്കാത്ത് കൊടുക്കണമെന്ന് പറയാൻ. ഓരോന്നും പറയാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? ചില മനുഷ്യന്മാര് പറയും, പടച്ചോനെ ബലാ ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാരൊക്കെ വന്നിട്ടുണ്ട് അല്ലാഹുവേ, ഫകദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ. പക്ഷേ നിന്റെ ഖുർആനിലൂടെ പറഞ്ഞതൊക്കെ ഞങ്ങൾ കളവാക്കി പടച്ചവനെ. അങ്ങനെ പറയുന്നവർ തൊട്ടിയിരിക്കുന്ന മുഴുവൻ ഉമ്മത്തുകളെയും അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞപ്പെട്ടില്ലേ? അങ്ങനെ കാണാൻ മനുഷ്യരെ പറഞ്ഞു പോയ അല്ലാഹു തആല പറയുന്നത് എന്താ? ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബാ ലാബ്തീന ഫീഹാ അഹ്ആബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമ وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا فكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا ولن نزيدكم إلا عذابا. അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പടച്ച റബ്ബ് പറയും, ജസാഅൻ വിഫാഖ, യോജിച്ച ശിക്ഷ, അനുയോജ്യമായ ശിക്ഷ നിന്നോട് പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. ഉമ്മമാരെ ശ്രദ്ധിക്കണം, ഈ ചൂട് സമയം
നമ്മളിലേക്ക് വരുമ്പോ അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളും അലിയാർ തങ്ങളും അവസാനം പറഞ്ഞതും അള്ളാഹുവിന്റെ നരകമാണ്. അതുകൊണ്ട് അപ്പ അങ്ങോട്ട് വരാം. അതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹ് പറയാൻ നീ എന്ത് വിചാരിച്ചു ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ ചെയ്തു കൂട്ടിയ ഒന്നും എന്റെ പക്കൽ ഇല്ലെന്നാണോ? വായിച്ചോ നിന്റെ കിതാബ്. നീ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് നോറ്റിട്ട് നിന്റെ നാവ് സൂക്ഷിക്കാത്തത്, നിന്റെ മനസ്സ് സൂക്ഷിക്കാത്തത്, നിന്റെ ഓരോ അവയവങ്ങളെ സൂക്ഷിക്കാത്ത പിടിച്ചോ, വായിച്ചു. അല്ലാഹുവേ, പെട്ടുപോകും മനുഷ്യന്മാർ അല്ലേ? ഫദൂഖൂ വലൻ നസീദക്കും ഇല്ലാ അദാബാ. ഇവിടെ വേദനാജനകമായ ശിക്ഷയല്ലാതെ ചൂടല്ലാതെ ഒന്നുമില്ല. അനുഭവിച്ചോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല, അപ്പൊ അള്ളാഹ് ചോദിക്കടാ, നിന്നോട് പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. സൂക്ഷിക്കണം ഉമ്മമാരെ, സൂക്ഷിക്കണം. നമ്മളോട് ഇബ്ലീസ് ഇങ്ങനെ പറയും, പെണ്ണെ നീ വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള സുബൈദാനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നിനക്ക് രക്ഷപ്പെടാം. ഇല്ലേ, രണ്ടുപേര് കൂടുമ്പോ നമുക്കിങ്ങനെ തോന്നും അല്ലെ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വരുമ്പോ ഷംഷാദ് സലീം ഉസ്താദിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ, മൂപ്പര് ഏതായാലും വെറുതെ നടക്കണം. അപ്പൊ രണ്ടു വാക്ക് മൂപ്പരെ പറ്റി പറയാം. അവിടെ കൊടുത്തു. നിസ്കാരം ഏതായാലും മൂപ്പർക്ക് അൽഹംദുലില്ലാഹ് സന്തോഷമായിട്ട് അത് കിട്ടി. എന്തിനാ നമ്മൾ ചെയ്യുന്ന അവമാനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക? നമുക്ക് നന്മകൾ ചെയ്തൂടെ? നന്മകൾ ചെയ്യിൻ. ആ സമയം കൂടെ അള്ളാന്റെ ഖുർആൻ ഓതി, അള്ളാഹുവിന്റെ ദിക്റുകൾ ചൊല്ലിൻ. എന്തിനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ ഓടി വരുന്നത്. വന്നിട്ട് പറയും, അലിയാർ തങ്ങളെ, ഞാൻ നല്ല സുന്ദരമായ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന മനോഹരമായ വീട്. അതുകൊണ്ട് ആ വീടിന്റെ മുമ്പിൽ തൂക്കിയിടാ സുന്ദരമായ ഒരു കവിതവും എഴുതി തരുവോ തങ്ങളെ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പേനയെടുത്ത് പേപ്പർ എടുത്തു. നല്ലൊരു വീടുണ്ടാക്കി, കാണാൻ ഭംഗിയുള്ള മൊഞ്ചുള്ള വീട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിനിപ്പോ എന്താ മോനെ വേണ്ടത്? ആര് കണ്ടാലും നോക്കും തങ്ങളെ. സമ്മതിച്ചു. ഞാനിപ്പോ എന്താ വേണ്ടത്? നിങ്ങളെ ഇനി ആ വീടിന്റെ സൗന്ദര്യം നിങ്ങളുടെ കൈ കൊണ്ടൊരു 4 വരി കവിത എഴുതി തന്നാല് എന്റെ വീടിന്റെ മുമ്പിൽ ഒന്ന് തൂക്കിയിടാം. അൽഹംദുലില്ലാഹ്. 4 വരി കവിത. അലിയാരങ്ങൾ പേനയും പേപ്പറും എടുത്ത്. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കേണ്ട പേനയും പേപ്പറും എവിടെ പറഞ്ഞേക്കണേന്ന് ഞാൻ നമുക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. പേനയും പേപ്പറും എടുത്തു. അലിയാർ തങ്ങൾ അവിടുന്ന് എഴുതുന്ന 4 വരി കവിതയുണ്ടല്ലോ. إن طاب مسكنه وإن بناها بشهر خاب بانيها وعمل لدار غدا رضوان خازنها والجار أحمد والرحمن ناشيها. ഇന്നിവിടെ കടന്നിരിക്കുന്ന ബാപ്പമാരെ, ചെറുപ്പക്കാരെ, എത്രയോ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുതിയത്. അവിടെ എഴുതിയിട്ടുള്ളത് എന്താ മോനെ? ലാ ദാറൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ. മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇല്ലല്ലതീ വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ. മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാതെ ഒരു വീട് നിനക്ക് മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കില്ല. പാപ്പമാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കൊട്ടാരങ്ങളല്ല, നമ്മുടെ മണിമാളികയല്ല, നമ്മുടെ സൗധങ്ങളല്ല. ഇല്ലല്ലതീ വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ. മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാത്തൊരു വീട് നിനക്കില്ലല്ലോ. അതുകൊണ്ട് ബിഖൈരിൻ താബ മസ്കനുഹു വഇൻ ബനാഹാ ബിശഹരിൻ ഖാബ ബാനിഹാ وإن بناها
ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നീ പണിതിട്ടുള്ള വീട്, നീ ഉണ്ടാക്കിയ വീട് നമ്മുടെ കൊട്ടാരവും നമ്മൾ ഇന്ന് താമസിക്കുന്ന വീടുമല്ല. നല്ല ഒരു വീടും നല്ലൊരു വാഹനവും സ്വാലിഹത്തായ പെണ്ണും അതൊരു മുഅ്മിനായ മനുഷ്യനിക്കും അല്ലാഹുവേ ബാധ്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ നമുക്കുണ്ടാകേണ്ടുന്ന വീട് ഏതെന്നറിയോ? ഇവിടെ വെച്ച് നീ പണിതിട്ടുള്ള വീട്, ഇന്നിവിടെ ഓടി വന്നിരുന്നല്ലോ, നിങ്ങളുടെ ഈ ഇരുത്തം ഒരു വീടാണ്. നിങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ വീടാണ്, നിങ്ങളുടെ ആമീനുകൾ വീടാണ്, നിങ്ങളുടെ ഓരോ ദിക്റുകളും വീടാണ്. പടച്ചവരെ ഇവിടെ വെച്ചുകൊണ്ട് പണിതിട്ടുള്ള വീട്. പടച്ചവനെ, പാവപ്പെട്ട മക്കൾ പഠിക്കുമ്പോ ഖുർആനിനോടുള്ള മഹബത്ത് വെച്ച്, ഖുർആനിനോടുള്ള അനുരാഗം വെച്ച്, അല്ലാഹുവേ ജീവിതത്തിൽ എത്ര പട്ടിണി കിടന്നവരാണ്, എത്ര നൊമ്പരം സഹിച്ചവരാണ്, എത്ര കണ്ണീര് സഹിച്ചവരാണ്. എന്നാലും ഖുർആനിന്റെ കോളേജിന്റെ ഒരു കാര്യം പറയുമ്പോ എന്റെ കയ്യിലുണ്ടായിരുന്നൊരു വള ഞാൻ കൊടുത്തു റബ്ബേ, ഒരു മാല കൊടുത്തു റബ്ബേ, ഒരു സ്വർണത്തിന്റെ മോതിരം കൊടുത്തു റബ്ബേ. പാപമസ്കനുഹു, അവന്റെ വീട് നല്ല വീടാണ്. അബ്ശിറൂ ബിൽ ജന്നാ, പടച്ചവന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ മുന്നറിയിപ്പുള്ള വീട്. മോനെ, ഇവിടെ വെച്ചുകൊണ്ട് പണിതിട്ടുള്ള വീട് ആളുകളെ പറ്റി കുറ്റം പറഞ്ഞ വീടാണോ, തിന്മ പറഞ്ഞ വീടാണോ, പലിശ മേടിച്ച വീടാണോ, ഹറാമുകൾ ചെയ്തിട്ടുള്ള വീടാണോ? എന്നാൽ ഖാബബാനിഹാ ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. പടച്ചവനെ, ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ കാരണത്താൽ അല്ലാഹുവിന്റെ നരകത്തിന്റെ വീടാണ് ഒരുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നന്മകൾ ചെയ്യണം, എങ്കിലേ നമുക്ക് വിജയമുള്ളൂ. അതുകൊണ്ട് വഅമല്ലിദാരിൻ ഗദൻ റിദ്വാനു ഖാസിനുഹാ, നാളത്തേക്കുള്ള വീടിന് വേണ്ടി പരിശ്രമിക്കണം. അതിനാ പെങ്ങളെ നിങ്ങൾ വള കൊടുത്തത്, അതിനാ നിങ്ങൾ മാല കൊടുത്തത്, അതിനാ നിങ്ങൾ സിമന്റുകൾ കൊടുക്കുന്നത്, അതിനാ നിങ്ങൾ കല്ല് കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനാണ്. വഅമല്ലിദാരിൻ ഗദൻ, എങ്ങനെ ഉള്ള വീടെന്നറിയോ? റിദ്വാനു ഖാസിനുഹാ, മലക്ക് റിദ്വാന് കാവൽ നിൽക്കുന്ന വീട്. അതിന്റെ അയൽവാസി ആരെന്നറിയോ? വൽജാറു അഹ്മദു റഹ്മാനു നാശിഹാ, അവിടത്തെ വീടിന്റെ കാവൽക്കാരൻ ബഹുമാനപ്പെട്ട മലക്ക് റിദ്വാൻ. അവരൊക്കെ പറയും, നിങ്ങൾ മിണ്ടായിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് അവസാനിപ്പിക്കാറായിരുന്നു. ബഹുമാനപ്പെട്ട മലക്ക് റിദ്വാൻ അലൈഹിസ്സലാം നമ്മുടെ അയൽവാസിയോ? നമ്മുടെ ഖൽബിന്റെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ച് നന്മകൾ ചെയ്തു. ഞാൻ ഇവിടത്തേക്ക് വാതിന് വേണ്ടി കയറുമ്പോ ഒരു സഹോദരി ഒരു വള കൊടുത്ത് വിട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നന്മകൾ ചെയ്തിട്ട് നന്മയുള്ള വീട്ടിലേക്ക് നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, ഈ ഇരുത്തം ഒരു വീടാണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ കൂരല്ല, ഒരു വീടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നടത്തം, ഇൽമിന്റെ സദസ്സിലേക്കുള്ള നടത്തം ഒരു വീടാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പടച്ച റബ്ബ് സ്വർഗീയ ലോകം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മനസ്സിലാക്കണം. അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്ക് ലഭിച്ചോ എന്ന് എങ്ങനെ അറിയാം ഉസ്മാൻ, എങ്ങനെ അറിയാം ഉസ്മാൻ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിക്കുമ്പോഴാ പറഞ്ഞത്, നീ നിന്റെ നാവിനെ സൂക്ഷിച്ചവനാണോ നിനക്ക് വിശ്വസിക്കാം. നീ പിന്നൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, എന്നാൽ നീ വിശ്വസിച്ചോ, അള്ളാഹുവിന്റെ പൊരുത്തം നിനക്കുണ്ടെന്ന്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇവിടത്തേക്ക് വരുമ്പോ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സാധാരണ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലൊക്കെ കൂടിപ്പോയ 1.5 മണിക്കൂറൊക്കെ പറയാം.
സംഷാ സലീം ഉസ്താദിന്റെ പറഞ്ഞ 1.5 മണിക്കൂർ നമുക്ക് അവന് അവസാനിപ്പിച്ചോളെന്ന് ചോദിച്ചപ്പോഴത്തേന് 2.5 മണിക്കൂർ മൂപ്പര് പറയും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അള്ളാഹു നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, തങ്ങൾ എപ്പോ അവിടെ നിന്ന് കയറുന്നോ അപ്പൊ ഞാൻ നിർത്തും. അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇരിക്കൂലേ? ആ നല്ല ഇൻഷാ അല്ലാഹ് പറയും. എന്തെങ്കിലും മിണ്ടാത്ത തീരെ ഉഷാരല്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ ഉള്ള ദുനിയാവിന്റെ പുറത്തൂടെ പോകുമ്പോ എവിടെയാ നമ്മൾ പരാജയപ്പെടാന്നറിയില്ല, അതുകൊണ്ട് പരാജയപ്പെടാതിരിക്കാനുള്ള വഴികൾ നമ്മൾ നോക്കണം. അതുകൊണ്ട് രണ്ടാമതായിട്ട് പറഞ്ഞു, നിനക്ക് അലിയെ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ, അവരോട് നീ കാരുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിക്കണം അള്ളാഹുവിന്റെ റഹ്മത്ത് നിനക്ക് ലഭിച്ചുവെന്ന്. ഞാനത് ചോദിച്ചോട്ടെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് വന്നു. റമളാനിന്റെ തലേ ദിവസം നമ്മൾ നമ്മുടെ മാതാവ്, നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകന്റെ വീട്ടിൽ താമസിക്കുന്ന ബാപ്പ, ഏതെങ്കിലും ഒരു മകന്റെ വീട്ടിൽ താമസിക്കുന്ന ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മയെ ബാപ്പയെ അവരുടെ അടുക്കൽ പോയിട്ട്, ഉമ്മ നാളെ റമളാനാണ്, നിങ്ങൾ എനിക്ക് പൊരുത്തം തരണം കേട്ടോ, നിങ്ങളെനിക്ക് പൊരുത്തം തരണം, നിങ്ങളുടെ വാക്കാണ് എനിക്ക് ഏറ്റവും നല്ല വാക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മയെ ബാപ്പയെ നിങ്ങൾ ചെന്ന് കണ്ടിട്ടുണ്ടോ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ചോദിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യണം അലിയെ, അപ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുക എന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. നമ്മളിങ്ങനെ പോവാന്നല്ലാതെ, നമ്മളൊക്കെ ഒരുപാട് വാള് കേട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, ആദ്യത്തെ വാള് മാതാവിനെ പിതാവിനെ പറ്റിയാകണം. എന്തിനെന്നറിയോ? അവരുടെ പൊരുത്തമുണ്ട് എന്നുണ്ടെങ്കിലേ നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു തആല സ്വീകരിക്കുള്ളൂ. നോമ്പായാലും വേണ്ടില്ല, നിസ്കാരാണെങ്കിലും വേണ്ടില്ല, സ്വതക്കയാണെങ്കിലും വേണ്ടില്ല, സക്കാത്ത് ആണെങ്കിലും വേണ്ടില്ല. നമ്മള് ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ ഈ പാവപ്പെട്ട മാതാപിതാക്കളുണ്ടല്ലോ, അവരൊന്ന് നല്ലതുപോലെ നോക്കണം, അപ്പോഴേ നമുക്ക് വിജയമുള്ളൂ. ആരെ പഠിപ്പിച്ചെന്നറിയോ? ഞാനോ ആലിപ്പറം ഉസ്താദ് ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരോ ഒന്നല്ല, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് റഹ്മത്ത് ലഭിക്കണോ? അല്ലാഹ് നമുക്ക് 4 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കണം. ഇനി നമുക്ക് അധികം സമയമില്ല. 12:30 തങ്ങളെത്തുമ്പോ നമുക്ക് ഇവിടെ നിന്ന് പിരിയണമല്ലോ. ദുആ ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും പറയുകയാണ്, പ്രിയപ്പെട്ട അലിയെ, നമ്മുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ മാതാപിതാക്കളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വന്ന് ചെന്ന് കാണേണ്ടുന്ന ബാധ്യത നമുക്കുണ്ടല്ലോ അലിയേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ടപാടെ കരയുകയാ. കരഞ്ഞുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട ഉസ്മാൻ, ഇത് പറയുമ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വേദന വരികയാണ്. ഇത് പറയുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വേദന വരികയാണ്. എന്താണ് വേദന എന്നറിയോ? റമളാനിന്റെ 1-ാമത്തെ ദിവസം എന്നെ കാണാ ഒരു സ്വഹാബി വന്നു. എന്റെ ചാരത്തേക്കൊന്ന് കടന്നു വന്നിട്ട് വാവിട്ട് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞു. ഞാൻ ചോദിച്ചെന്തേ കരഞ്ഞു പോകുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, അലിയാര് തങ്ങളെ, ഇത്രയും നാൾ ഞാൻ നോമ്പ് നോക്കുമ്പോ, നോമ്പ് പിടിക്കുമ്പോ, നോമ്പ് തുറക്കുമ്പോ, അത്താഴം കഴിക്കുമ്പോ എന്റെ സ്നേഹനിധിയായ ബാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നല്ലോ, ഇന്നവര് ഖബറിലാണ്, അവരിന്ന് പച്ചമണ്ണിലാണ്. അവരില്ലാത്ത ഒരു റമളാൻ നമ്മളിലേക്കൊന്ന് കടന്നു വരുമ്പോ മനസ്സ് പൊട്ടിപ്പോവുകയാണ് അലിയേ. ആ ചെറുപ്പക്കാരന്റെ നിഷ്കളങ്കമായ കണ്ണുനീര് കണ്ടപ്പോ, നിങ്ങൾ പറഞ്ഞതും വെച്ച് ഞാനൊന്ന് ഓർത്തുപോയപ്പോ വല്ലാതെ കരഞ്ഞു പോയതാണ്. എന്റെ പ്രിയമുള്ളവരെ,
പരിശുദ്ധമായ റമളാനിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കണോ? റമളാന് കഴിയുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ കറുത്ത പുള്ളികളില്ലാത്തവരായിട്ട്, ഹൃദയം ശുദ്ധമായവരായിട്ട്, ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ നിന്ന് കടന്നുപോയി ഒരു പാപവും ചെയ്യാത്ത കുട്ടിയെ പോലെ എന്റെ പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരാ, പൊന്നുമോളെ, കടന്നു പോകണോ? അതിനെന്ത് ചെയ്യണമെന്നറിയോ? വീടിന്റെ ഉള്ളിലുള്ള മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നിങ്ങൾ നേടണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ചെറുപ്പക്കാരോട് പറയുകയാണ്, അലിയാർ തങ്ങൾ കരഞ്ഞിട്ട് ശബ്ദം വെളിയിലേക്ക് വീണ്ടും വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു പോവുകയാണ്, അല്ല അലിയേ, ഉമ്മാന്റെ കഥ പറഞ്ഞിട്ട് അവസാനിച്ചില്ലേ? പിന്നെന്തിനാ നിങ്ങളുടെ ശബ്ദം ഉയർന്നത് കരച്ചില്? ഉടൻ തന്നെ പറയുന്നു, അല്ല ഉസ്മാൻ, റമളാനിന്റെ 3-ാമത്തെ ദിവസത്തെ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ബാപ്പച്ചി മരിച്ചിരിക്കുകയാണ്, എന്റെ ഉപ്പ വിട പറഞ്ഞിരിക്കുകയാണ്, എന്റെ കൈകൊണ്ട് ഇന്ന് വരെ ഞാൻ വെള്ളം കൊടുത്തിട്ടില്ല, എന്റെ ബാപ്പയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, ബാപ്പയോട് എപ്പോഴും എനിക്ക് വെറുപ്പായിരുന്നു, ബാപ്പയോട് എപ്പോഴും എനിക്ക് ദേഷ്യമായിരുന്നു. കാരണം എന്നെ ചെറുപ്പകാലത്ത് എന്നോട് നല്ലതുപോലെ മിണ്ടാറില്ല, നല്ലതുപോലെ എന്നോട് സഹവസിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ദേഷ്യമായതുകൊണ്ട് എന്റെ ബാപ്പാന്റെ ചാരത്ത് പോയിട്ടില്ല. ഇന്നെന്റെ ബാപ്പ ഇല്ലാത്തൊരു നോമ്പ് വരുമ്പോ എന്നാലും സഹിക്കുന്നില്ല. പറച്ചവനെ, ചിന്തിച്ചു നോക്കന്റെ പെങ്ങളെ, ഇന്നിവിടെ ഉമ്മാന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയുന്നവരാണ്, ഉമ്മയെ പറ്റി ഒരുപാട് ഓർക്കുന്നവരാണ്. എന്നാ നമ്മുടെ പാവപ്പെട്ട ബാപ്പയെ പറ്റി അറിയണം ചെറുപ്പക്കാരാ. നിങ്ങളൊന്ന് കാണുമ്പോ ദുനിയാവിന്റെ പുറത്തുകൂടെ അവർ നടന്നു പോകുന്നവരാണ്, അവര് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാ. നിങ്ങൾക്കറിയണോ, നിങ്ങളാവുന്ന മക്കളെ പോറ്റി വളർത്താ പ്രിയപ്പെട്ട ബാപ്പ നേരം വെളുക്കും മുമ്പ് എഴുന്നേക്കുന്നവരാണ്. അവരെഴുന്നേറ്റ് കൊണ്ട് കടന്നു പോകുമ്പോ തലേ ദിവസം ജോലി ചെയ്തിട്ടുള്ള വേദന മാറിയിട്ടില്ല ചെറുപ്പക്കാരാ. കൈ വേദനിക്കുന്നുണ്ട്, ശരീരം വേദനിക്കുന്നുണ്ട്, പനി പിടിക്കുന്നുണ്ട്, തലവേദനിക്കുന്നുണ്ട്, പക്ഷേ അവര് കിടക്കൂല. അവരവിടെ എഴുന്നേറ്റിരുന്നിട്ടൊന്ന് പോയില്ലെങ്കിൽ എന്തേ എന്ന് ചിന്തിക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരുന്നത്, പടച്ചവനെ, എന്റെ പൊന്നുമോനെ വളർന്നു വരികയാണ്, എന്റെ പൊന്നുമോള് വളർന്നു വരികയാ. എന്തിനേറെ ചിന്തിക്കേണ്ട ചെറുപ്പക്കാരെ, നമ്മളിവിടെ കടന്നു വന്നിരിക്കുമ്പോഴും പൊന്നുമക്കളെ നമ്മൾ ചിന്തിച്ചോ, നമ്മുടെ പലരുടെയും ബാപ്പമാരെവിടെ? ഈ ചുട്ടുപൊള്ളുന്ന ചൂടത്ത്, ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ പോലും മക്കൾക്ക് വേണ്ടി നോമ്പും നോറ്റുകൊണ്ടവര് പണിക്ക് പോയിരിക്കുകയാണ്, അവര് ജോലിക്ക് പോയിരിക്കുകയാണ്, അവര് കഷ്ടപ്പെടാൻ പോയിരിക്കുകയാണ്. നോമ്പ് തുറക്കുന്ന സമയം പോലും അവർക്ക് നേരെ വീട്ടിലേക്കൊന്നും എത്താൻ കഴിയുന്നില്ല. കാരണം എന്താണ്? മക്കളെന്നുള്ള പ്രതീക്ഷയാ. നമ്മളൊക്കെ പറയുന്നത് എന്താണ്? ബാപ്പ നമ്മളോട് മിണ്ടുന്നില്ലല്ലോ, ബാപ്പ നമ്മളോട് സംസാരിക്കുന്നില്ലല്ലോ, ബാപ്പ നമ്മളോട് എന്തേ ചിരിക്കാത്തത്? പൊന്നുമോനെ, നിന്റെ ബാപ്പയെ പോലെ നിന്നോട് സ്നേഹമുള്ളതാരാ? നിനക്ക് നിന്റെ ബാപ്പാന്റെ സ്നേഹം മനസ്സിലാക്കാ. നേരം വെളുത്തി എഴുന്നേറ്റ് പോകുന്ന ആ ഒരു കാര്യം മാത്രം നീ ഒന്ന് ചിന്തിച്ചാ പോരെ. നീ എവിടെ നിന്ന് കൂർക്കം വലിച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോഴും നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിനക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. അവരിന്ന് വീട്ടിന്റെ ഉള്ളിൽ ശരീരങ്ങൾ ചുക്കിച്ചുളിഞ്ഞു പോയി. പടച്ചറപ്പേ, രോഗം പിടിപെട്ടു, വല്ലാത്ത അസ്വസ്ഥതായിട്ട് വീട്ടിൽ കഴിയുമ്പോ ഒന്നും പറയല്ലേ ചെറുപ്പക്കാരെ, അവരാക്ഷേപിക്കല്ലേ പൊന്നുമോളെ, അവരെ കുറ്റപ്പെടുത്തല്ലേ പെങ്ങളെ. മഗ്‌രിബിന്റെ സമയമാകുമ്പോ എല്ലാവരും പള്ളിയിൽ പോകുമ്പോ എന്തിനാ ബാപ്പാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് കൂടെ ഒന്ന് കടന്നു പോക്കൂടെ? അവര് പാവമാണ് ചെറുപ്പക്കാരാ, അവർക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, ശരീരം വേദനിക്കുന്നത് കൊണ്ടാണ്, ആരോഗ്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. മക്കൾ നോമ്പ് തുറക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ മക്കളോടൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് നോമ്പ് തുറക്കാൻ ആഗ്രഹമുണ്ട്.
എത്രയോ പ്രിയപ്പെട്ട വാപ്പമാര് വീട്ടിൽ മക്കളുള്ളപ്പോ കാത്തിരിക്കുമ്പോൾ പോലും ആ മക്കളും പ്രിയപ്പെട്ടവരും ഒരുമിച്ച് നിന്നിട്ട് നോമ്പ് തുറക്കുമ്പോ എന്തേ നിന്റെ വയസ്സായ പിതാവിനെ ഒന്ന് നിന്റെ അരികിലേക്കൊന്ന് പിടിച്ചിരുത്തിയിട്ട് ബാപ്പാ എന്നോടൊപ്പം ഇരുന്നു കൊണ്ട് നോമ്പ് തുറന്നൂടെ ബാപ്പാ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ ഇത്ഖും മിനന്നാറിന്റെ 10 അവസാനത്തെ 10 അതാ ഒരു പ്രിയപ്പെട്ട സ്വഹാബി പ്രിയപ്പെട്ട ബാപ്പായെ കൊണ്ട് മസ്ജിദ് നബവിയുടെ ചാരത്തേക്ക് വരികയാണ്. തോളത്തിട്ട് വരികയാണ്. അവിടെ നിന്ന് പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു പോകും, നല്ല മോനെ, ഈ റമളാനിന്റെ ഇത്ഖും മിനന്നാറിന്റെ 10 നിന്റെ പ്രിയപ്പെട്ട ബാപ്പച്ചാനെ തോളിൽ ഇട്ടുകൊണ്ട് വരാനുള്ള കാരണമെന്താണ്? നിന്റെ ബാപ്പയെ കൊണ്ടുവരാനുള്ള കാരണമെന്താണ്? ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു, പ്രിയമുള്ള തങ്ങളെ, ഞാനിവിടെ നിന്ന് മസ്ജിദ് നബവിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം പോകുമ്പോ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് എന്റെ ബാപ്പാന്റെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു. ബാപ്പാന്റെ ചാരത്ത് പോയിട്ട് ചോദിച്ചു, ബാപ്പാ എന്തേ നിങ്ങളുടെ കണ്ണു നിറയുന്നത്? എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? പ്രിയപ്പെട്ട ഉപ്പാന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. വീണ്ടും കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിച്ചു. അവിടെ നിന്ന് എന്നെ ചേർത്ത് പിടിച്ചെന്റെ കവിൾത്തടത്തിൽ മുത്തം തന്നു. എന്റെ പ്രിയപ്പെട്ട വാപ്പച്ചി എന്നോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, മോനെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളപ്പോ ബാപ്പ അവിടെ നിന്ന് നല്ലതുപോലെ പള്ളിയിൽ പോയിരുന്നവരാണ്, നിസ്കരിച്ചിരുന്നവരാണ്, സുജൂദ് ചെയ്തിരുന്നവരാണ്. ഒരുപാട് സ്വഹാബത്തിരിക്കുമ്പോ ആ സ്വഹാബത്തിനോടൊപ്പം നോമ്പ് മുറിച്ചവരാണ്. ഇന്ന് ബാപ്പാന്റെ കൈകാലുകൾ തളർന്നുപോയി. എനിക്കൊരാഗ്രഹമുണ്ട്, പരിശുദ്ധമായ മസ്ജിദ് നബവിയിലെ ഒരൊറ്റ ദിവസമെങ്കിലും പോയിട്ട് നോമ്പ് തുറക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ ബാപ്പ എന്നോട് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും എന്റെ ബാപ്പാന്റെ ചുണ്ടിൽ നിന്ന് ഞാനതിനെ പഠിച്ചു മനസ്സിലാക്കി. ഞാൻ എന്റെ ബാപ്പാനെ എടുത്തു തങ്ങളെ. പ്രിയപ്പെട്ട ബാപ്പയെടുത്തു, ബാപ്പാനെ കഴുകി വൃത്തിയാക്കി ഒരു മറ കെട്ടിയിട്ട് ആ മറയിൽ എന്റെ ബാപ്പാനെ ഞാൻ എടുത്തു. എന്റെ ബാപ്പാന്റെ കൈകാലുകളൊക്കെ കഴുകി കൊടുത്തു. എന്റെ ബാപ്പാക്ക് മലമൂത്ര വിസർജനം കിടക്കുന്ന കിടപ്പിൽ പോകും. മലവും മൂത്രവുമെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ നല്ലതുപോലെ കുളിപ്പിച്ചു ഒരുക്കി. ആ കിടക്കുന്ന കിടപ്പിലും ബാപ്പ ഒരൊറ്റ നോമ്പ് പോലും വിട്ടിട്ടില്ല, ഒരു നോമ്പും മുറിച്ചിട്ടില്ല. രോഗം കാഠിന്യമായിട്ട് പോലും, രോഗം അവിടെ നിന്ന് മൂർച്ഛിച്ചിട്ട് പോലും നോമ്പ് അവിടെ നിന്ന് വിട്ടിട്ടില്ല. പ്രിയപ്പെട്ട ബാപ്പാക്ക് നോമ്പാ. ബാപ്പ അവിടെ നിന്ന് കുളിക്കുന്ന സമയത്ത് എന്തോ പറയുന്നത് കേട്ട് പ്രിയപ്പെട്ട ബാപ്പാന്റെ ചുണ്ടത്തേക്ക് എന്റെ കാത് കൊണ്ടുപോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ബാപ്പ പറയുന്നു, മോനെ, ബാപ്പച്ചി നോമ്പുകാരനാണ്, ബാപ്പ നോമ്പുകാരനാ, വെള്ളം ഒഴിക്കുമ്പോ മോനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നോമ്പിനെ സ്നേഹിച്ച് എന്റെ ബാപ്പയാണ്. എന്റെ ബാപ്പാനെ നല്ല വസ്ത്രത്തിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ മസ്ജിദ് നബവിയുടെ ചാരത്ത് വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ബാപ്പയെ കൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ വന്നവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. കടന്നിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ ഇതിനേക്കാൾ സന്തോഷമേതാണ് സ്വഹാബത്തെ ഉള്ളത്? റമളാനിൽ നിങ്ങളുടെ നോമ്പ് സ്വീകരിക്കാൻ, നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കാൻ, നിങ്ങളുടെ സ്വതക്ക സ്വീകരിക്കാൻ, നിങ്ങളുടെ ഓരോ അമാലുകളും പടച്ചറപ്പ് സ്വീകരിക്കാൻ. ഇതുപോലത്തെ പ്രവർത്തനം നിങ്ങളിൽ നിന്ന് വന്നു പോയാൽ അതെത്രയോ സന്തോഷമാണ് സ്വഹാബ. പടച്ചവനെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പടച്ചവന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു
അല്ലാഹു അക്ബർ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ പ്രിയപ്പെട്ട സ്വഹാബി ചെയ്യുന്ന പണി എന്തെന്നറിയോ? അവിടുന്ന് പ്രിയപ്പെട്ട ബാപ്പയെ, കൊച്ചുമക്കളെ, നടക്കാൻ കഴിയാത്ത മക്കളെ എങ്ങനെയാണ് മാതാപിതാക്കളെടുത്ത് മടിത്തട്ടിൽ വെച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതുപോലെ പ്രിയപ്പെട്ട ബാപ്പാനെ 2 കൈ കൊണ്ട് താങ്ങിയെടുത്തു ഈ സ്വഹാബിയുടെ മടിയിൽ വെച്ചു. എന്നിട്ട് കാരക്കിയെടുത്ത് മെല്ലെ അതിനെ മയപ്പെടുത്തി ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ബാപ്പാന്റെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്ത് ബാപ്പാക്ക് വെള്ളം കൊടുക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, ബാപ്പാ, ഈ സമയം നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് തരൂലേ ബാപ്പാ? നിങ്ങൾ ഇപ്പൊ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ദുആ ഏതാണ്? ആ ദുആ ചെയ്യുമ്പോ ഈ സിദ്ദീഖിനെ കൂടെ വന്ന് ഉൾപ്പെടുത്തുവോ ബാപ്പാ? പടച്ചവനെ, കൈകാലുകൾ തളർന്നു പോയ ആ പ്രിയപ്പെട്ട ഉപ്പ അവിടുന്ന് പുന്നാര മകന്റെ മടിത്തട്ടിൽ വെച്ചിട്ട് കൈവക്കാൻ കഴിയില്ല, മെല്ലെ ദുആ ചെയ്തു, അല്ലാഹ്, ഈ പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചാരത്തന്നെ കൊണ്ടുവന്ന് എന്റെ പൊന്നുമോന് സ്വർഗം കൊടുക്കണേ അല്ലാഹ്, അവന് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, മരിക്കുന്ന സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇനി പെട്ടെന്നാണ് എന്റെ പൊന്നുമോനെ മരിപ്പിക്കാതെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവനെ സുജൂദിൽ മരിപ്പിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞു ദുആ ചെയ്യും. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഈ ദുആക്ക് ഉത്തരമുറപ്പാ, എന്നെ കൂടെ ഒന്ന് ചേർക്കുവോ ബാപ്പാ എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മളിന്ന് ഒന്നും കൊള്ളില്ല, കേവലം വിലയില്ല. ഇന്ന് വയസ്സായി പോയ ഉമ്മക്ക് വീട്ടിന്റെ ഉള്ളിൽ സ്ഥാനമുണ്ടെങ്കിലും പ്രിയപ്പെട്ട നമ്മളെ പോറ്റി വളർത്താൻ ഓടി നടന്ന പ്രിയപ്പെട്ട ബാപ്പാക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കാത്ത ചെറുപ്പക്കാരാ, അല്ലാഹു നിന്റെ നോമ്പിനെ സ്വീകരിക്കൂല, പടച്ചറപ്പ് നിന്റെ ഒരു ഇബാദത്തിനെ സ്വീകരിക്കൂല, നിന്റെ ഒരു പ്രവർത്തനങ്ങളെയും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നമ്മളോട് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാരാ നബിയുനാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. വിട പറഞ്ഞു പോയ മാതാപിതാക്കളുടെ ഖബർ അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. എന്റെ നിർത്താറായോ? കുറച്ചുകൂടെ മുന്നോട്ട് പോയ കുഴപ്പമുണ്ടോ? ആണുങ്ങൾ മാത്രം കുഴപ്പമില്ല, കാരണം നിങ്ങളുടെ ഒരു സന്തോഷം അറിയാൻ കുഴപ്പമില്ല എന്നുള്ളവർ ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, താഴ്ത്തിയിട്ടോളി. ഈ കരങ്ങൾ നാളെ ഹബീബിന്റെ ഹൗദുൽ കൗസർ മേടിച്ചു കുടിക്കാനുള്ള കരങ്ങളാക്കി അല്ലാഹു തആല മാറ്റട്ടെ. ഇല്ലേ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. കഴിഞ്ഞ റമദാൻ നിങ്ങളൊന്ന് മനസ്സിരുത്തി ഇവിടെ വെച്ചൊന്ന് ചിന്തിക്കാൻ. കഴിഞ്ഞ റമദാനിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്നിട്ട് നോമ്പ് തുറന്ന നിങ്ങളുടെ ബാപ്പ ഇന്നെവിടെ? പച്ചമണ്ണിലാണ്. ഇല്ലേ, പലരുടെയും ഉമ്മമാരെവിടെ, ചെറുപ്പക്കാരെവിടെ, സഹോദരങ്ങൾ എവിടെ, കൂട്ടുകാരെവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉറക്കെ പറയും ബാപ്പാ, സന്തോഷം കൊടുക്കട്ടെ. സ്നേഹക്കടലാണോപ്പാ, സഹനത്തിൻ കനിയാണോപ്പാ, അലിവുള്ള മനമാണോപ്പാ, ജീവന്റെ ജീവനോപ്പാ, സ്നേഹക്കടലാണോപ്പാ, സഹനത്തിൻ കനിയാണോപ്പാ, അലിവുള്ള മനമാണോപ്പാ, ജീവന്റെ ജീവനോപ്പാ. ഒരുപാട് ഓടിയവ കരഞ്ഞു തളർന്നു അവർ, വേദന മാറ്റിയവ വല്ലാതെ തേങ്ങിയവർ, മക്കളെ ഓർത്തിട്ടവർ ഓടി ദുനിയാവില
ഉമ്മയെപ്പറ്റി ദിവസങ്ങളോളം വാള് പറയാനുണ്ടാകും. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ അതിനേക്കാളും വാപ്പയെ പറ്റി പറയാനുണ്ടാകും. വാപ്പ ചിരിക്കുന്നില്ല, വാപ്പ എപ്പോഴും ഗൗരവമാണ്. എന്തേ കാരണം എന്നറിയോ? അത് വാപ്പാക്ക് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, നിങ്ങളോടുള്ള നൊമ്പരം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ടാണ്. വാപ്പ എല്ലാത്തിനും ഒന്ന് അല്ലേ, മക്കൾക്കൊരു വേദന വന്നാൽ വാപ്പ പെട്ടെന്ന് കരയില്ല, വാപ്പ പെട്ടെന്ന് കരയില്ല, അടക്കി പിടിക്കും ആ വേദനകൾ. പക്ഷെ വാപ്പാക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഉപ്പ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് കൂടെ സമാധാനം കൊടുക്കുന്ന ആളാണ്. നിങ്ങൾക്കൊരു രോഗം വന്നാൽ നിങ്ങളുടെ ഉമ്മ കരയുമ്പോഴും വാപ്പ കരയില്ല. വാപ്പ കഴിവിന്റെ പരമാവധി അതിനെ കടിച്ചു പിടിക്കും. എന്തിനാ? വാപ്പയും കൂടെ പൊട്ടിപ്പോയാൽ ആ കുടുംബം ഫുള്ള് പൊട്ടിപ്പോകും, ആ കുടുംബം മുഴുവനും കരഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇവിടെ നിന്ന് അള്ളാഹുവെ 10 കഴിഞ്ഞു, ആ റഹ്മത്ത് നമുക്ക് വീണ്ടെടുക്കാം, ആ റഹ്മത്ത് നമുക്ക് വീണ്ടെടുക്കാം. എപ്പോഴെന്നറിയോ? നിങ്ങൾ ഇന്നു മുതൽ ഇവിടെ നിന്ന് വാള് കഴിഞ്ഞിട്ട് പോകുമ്പോ ബാപ്പാന്റെ വിരൽ തുമ്പിൽ പിടിച്ചിട്ട്, വാപ്പ നടന്നു വരി, നിങ്ങൾ വീഴല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ബാപ്പയുടെ വിരൽ തുമ്പിൽ പിടിച്ച് നടന്നുപോയി. അതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലവും ആനുകൂല്യവും നേട്ടങ്ങളും നിങ്ങളോട് പറഞ്ഞാൽ അവസാനിക്കില്ല. എന്തിനേറെ ഈ ഉള്ള പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നമ്മളൊക്കെ വാപ്പാക്ക് വസ്ത്രമെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? കഴിഞ്ഞ റമളാനിൽ എന്റെ അടുക്കൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വന്നിട്ട് കഴിഞ്ഞ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം അന്ന് രാവിലെ വന്നിട്ട് വല്ലാണ്ട് പൊട്ടിക്കറിഞ്ഞൊരു കഥയുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? വാപ്പമാര് പറയും ബുദ്ധിമുട്ടാവോ? ഇല്ല. എന്തേ പറഞ്ഞത്? ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്കൊരു മാറ്റം വരാനാണ്. നിങ്ങളാരും മാതാവിനെ പിതാവിനെ ബഹുമാനിക്കാത്തവരൊന്നും അല്ല എന്ന് ഞാൻ പറയില്ല. നിങ്ങളൊക്കെ ബഹുമാനിക്കുന്നവരാണ്, അവരിഷ്ടപ്പെടുന്നവരാണ്, അവരോട് സ്നേഹമുള്ളവർ ഉറക്കം നാമിയും പറയും. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. നിങ്ങളുടെ ഈ കൂട്ടത്തിലില്ലേ താടി നിറച്ച നിങ്ങളുടെ വാപ്പ ഇല്ല, ശരീരം വേദനിക്കുന്ന നിങ്ങളുടെ വാപ്പ ഇല്ലേ? എന്തിനേറെ എന്നോട് ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞതാണ്, ഇന്ന് വരെ പറയാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കണ്ണുകൊണ്ട് കാണാത്തതും ഞാൻ പറഞ്ഞിട്ടില്ല, അറിഞ്ഞതും അനുഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ട ബാപ്പയോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഈ പരിശുദ്ധമായ റമളാനില് ഇന്നിവിടെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയുമ്പോ, അല്ലാഹുവേ, ഇന്നിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മകളോ ഏതെങ്കിലും ഒരു മകനോ ഈ ബാപ്പയോട് ഉമ്മയോട് സ്നേഹത്തോടെ കടന്നു പോയാൽ ഇതിനേക്കാൾ സന്തോഷം ഷമീർ ദാരിമിക്കൊന്നുമില്ല, ശംഷാദ് ഉസ്താദിനൊന്നുമില്ല, ഇതിന്റെ സംഘാടകർക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ്, ഈ ഒരു ജോഡി വസ്ത്രം ഞാൻ കൊണ്ടുവന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഉപ്പാക്കൊന്ന് കൊടുക്കാനാ, വസ്ത്രമെടുക്കാനില്ലാതെ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം നമുക്കൊന്ന് വീക്ഷിക്കണം. ഏതെങ്കിലും വയസ്സായ ബാപ്പമാര് പള്ളിയിൽ വരുമ്പോ, പടച്ചവനെ, ശരീരത്തിട്ടിരിക്കുന്ന വസ്ത്രം കീറിയതുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം ഉസ്താദേ എന്ന് പറയുമ്പോ ഞാൻ ചോദിച്ചെന്തേ ഇങ്ങനെ പറയാനുള്ള കാരണം? നമുക്ക് അല്ലാഹുവേ ഇന്നലെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ, 2 ദിവസങ്ങൾക്ക് മുമ്പ് കൊടുക്കാമായിരുന്നല്ലോ. അവിടെ നിന്ന് പറഞ്ഞതൊന്നും കൊണ്ടല്ല, മനസ്സിന്റെ വല്ലാത്തൊരു വേദനയുണ്ട്, മനസ്സിന്റെ ദുഃഖമുണ്ട്. കാരണം പ്രവാസിയാണ് ഞാൻ, വിദേശത്തേക്കൊന്ന് കടന്നു പോയിട്ട് 4 കൊല്ലം കഴിഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞു. എന്റെ ബാപ്പ ഒരിക്കലും എന്നോട് പറയാത്തൊരു വാക്കെന്നോട് പറഞ്ഞു, മോനെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനില്, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ അവസാനത്തെങ്കിലും ഈ ബാപ്പയോടൊപ്പം ഒന്ന് നോമ്പ് തുറക്കാൻ എന്റെ പൊന്നുമോനെന്ന് കടന്നു വരുവോ? ബാപ്പ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പൊന്നുമോനെ, നീ ഒന്ന് കടന്നു വരുവോ എന്ന് ചോദിക്കുമ്പോ, ജീവിതത്തിൽ ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് നൊമ്പരങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും പരിശുദ്ധമാക്കപ്പെട്ട റമളാനില് എന്റെ ബാപ്പച്ചി എന്നെ നോമ്പ് തുറക്കാൻ വിളിക്കുകയാണ്. ഇന്ന് വരെ എന്റെ ബാപ്പ വിളിച്ചിട്ടില്ല. 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഉമ്മ വിളിച്ചപ്പോ പറഞ്ഞതാണ്, ഉസ്താദ്, ബാപ്പയ്ക്ക് നല്ലതുപോലെ സുഖമില്ല, ബാപ്പാന്റെ ശരീരം മുഴുവനും തളരുന്നത് പോലൊക്കെ തോന്നുകയാണ്, വല്ലാത്ത നൊമ്പരത്തിലാ.
അതുകൊണ്ട് മോനെന്ന് കടന്നു വരുവോ എന്ന് ചോദിക്കുന്ന സമയം എനിക്ക് എന്റെ ബാപ്പാന്റെ ചാരത്ത് വരാൻ വല്ലാത്ത ആശയായി. അവസാനം പറഞ്ഞു അറബിയോട് കാര്യങ്ങൾ പറഞ്ഞു. റമദാനാ, എന്റെ ബാപ്പ എനിക്കൊന്ന് കാണണം, കണ്ടിട്ട് വരാ, എന്റെ ബാപ്പയോടൊപ്പം ഇരുന്നു കൊണ്ട് നോമ്പ് തുറക്കാ. ഉസ്താദേ, ഞാൻ അവിടെ നിന്ന് കടന്നു വരികയാണ്. ആദ്യം ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ബാപ്പ എന്നെ വിളിച്ചപ്പോ എന്നോടൊരു ആഗ്രഹം പറഞ്ഞത്, മോനെ ഇന്ന് നീ കടന്നു വരുമ്പോ ബാപ്പക്ക് നല്ല ഒരു ജോഡി വസ്ത്രം കൂടെ എടുക്കണം. ബാപ്പാക്ക് നിനക്കിഷ്ടപ്പെട്ട, ബാപ്പാന്റെ ശരീരത്തിന് ചേരുമെന്ന് തോന്നുന്ന നല്ല ഒരു വസ്ത്രം കൂടെ കൊണ്ടുവരുവോ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹുവേ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ പാട് ആദ്യം ഒരു കടയിൽ കയറിയിട്ട് എന്റെ പ്രിയപ്പെട്ട ബാപ്പച്ചിക്ക് വേണ്ടി നല്ല വസ്ത്രമെടുത്തു. ആ വസ്ത്രവുമെടുത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് വരികയാണ്. അല്ലാഹുവേ, എന്റെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുമ്പോ എന്റെ ബാപ്പച്ചിക്ക് എത്ര സന്തോഷമാണെന്നറിയോ, എന്റെ ബാപ്പക്ക് എത്ര ആനന്ദമാണെന്നറിയോ. എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പ എന്നോട് പറഞ്ഞു, മോനെ നിന്റെ കൈ കൊണ്ട് തന്നെ ഈ ബാപ്പക്കെല്ലാം നീ ചെയ്തരണം. എന്റെ ബാപ്പ എന്നോട് മഗ്‌രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയം പറഞ്ഞു, ബാപ്പാക്കൊന്ന് കുളിക്കണമെന്ന് തോന്നുകയാണ്. പടച്ചവനെ, പാവപ്പെട്ട ബാപ്പയെ കണ്ടിട്ട് 4 കൊല്ലമായി. പ്രിയപ്പെട്ട ബാപ്പാനെ കുളിപ്പിച്ചു, ഞാൻ നല്ലതുപോലെ കുളിപ്പിച്ചു, ഉള്ളതിൽ നല്ല വസ്ത്രം വിട്ടുകൊടുത്തു. അവസാനം ബാപ്പയെ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ടേബിളിന്റെ ഭാഗത്ത് കൊണ്ടിരുത്തി. അവിടെ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ബാപ്പ എന്നോട് പറഞ്ഞു, മോനെ ഈത്തപ്പഴമെടുത്ത് ബാപ്പാക്ക് ബാപ്പയുടെ വായില് നീ ഒന്ന് വെച്ച് തരുവോ? എനിക്കെത്ര ഭക്ഷണം തന്ന ബാപ്പയാണ്, എന്നെ എത്ര സ്നേഹിച്ച ബാപ്പയാണ്, എന്നെ എത്ര ഇഷ്ടപ്പെട്ട ബാപ്പയാ. ആ പ്രിയപ്പെട്ട ബാപ്പ വന്ന് പറഞ്ഞ പാട് അവിടെ നിന്ന് ഞാൻ ബിസ്മില്ലാ ഈത്തപ്പഴമെടുത്ത് പ്രിയപ്പെട്ട ബാപ്പാക്കൊന്ന് കൊടുക്കുമ്പോ അത് വേടിച്ച് കഴിച്ചു. ബാപ്പ പറഞ്ഞു, മോനെ 5 മിനിറ്റ് ഞാനൊന്ന് കിടക്കട്ടെ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ബാപ്പ ഒന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ ബാപ്പ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ബാപ്പാനെ മെല്ലെ പിടിച്ച് കിടക്കുന്ന കട്ടിലിൽ കൊണ്ടു കിടത്തി. എന്റെ പ്രിയപ്പെട്ട ബാപ്പ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അല്ലാ അല്ലാ, എന്റെ ബാപ്പ കിടന്നിട്ട് പിന്നെ അനങ്ങുന്നില്ല. ബാപ്പയെ ഞാൻ പോയിട്ട് വിളിച്ചു, ബാപ്പാ ഒന്നെഴുന്നേക്കിൻ ബാപ്പാ, ഭക്ഷണം കഴിക്കണ്ടേ ബാപ്പാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പ പിന്നെ അവിടെ നിന്ന് സംസാരിച്ചിട്ടില്ല. എന്റെ ബാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളിക്കാട്ടിൽ വെച്ചു ഉസ്താദ്, ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ എന്റെ ബാപ്പാക്ക് ധരിപ്പിക്കാൻ കൊണ്ടുവന്ന വസ്ത്രമായത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പിതാവിനെ കണ്ടുപോയാൽ ഈ വസ്ത്രമൊന്ന് കൊടുത്താൽ എന്റെ ബാപ്പാക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമല്ലോ, എന്റെ ബാപ്പക്ക് അതിന്റെ സന്തോഷം കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് അവിടെ നിന്ന് വന്നതാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് പറഞ്ഞു പോവുകയാണ്, അല്ലാഹുവേ, കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്ന ബാപ്പ ഖബറിന്റെ ഉള്ളിൽ, പ്രിയപ്പെട്ട ഉമ്മ ഖബറിന്റെ ഉള്ളിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഖബറിന്റെ ഉള്ളിൽ. അതുകൊണ്ട് അടുത്തൊരു കൊല്ലം ഷമീർ ദാരിമി ഉണ്ടാകുവോ, നിങ്ങൾ ഉണ്ടാകുവോ, പ്രിയപ്പെട്ടവരുണ്ടാകുവോ പറയാൻ കഴിയില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അലിയേ, അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോട് ചെന്നിട്ട് പൊരുത്തം ചോദിക്കണേ അലിയേ, അവരോട് കരുണ ചെയ്യണേ അലിയേ. അവര് പൊരുത്തപ്പെട്ട് തരുമ്പോഴാണ് പടച്ചവന്റെ റഹ്മത്തിന്റെ 10 കഴിഞ്ഞു പോയാലും അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്നത് അലിയേ എന്ന് പറഞ്ഞുകൊണ്ട് അലിയാർ തങ്ങളോട് പറയുന്നു, ഇനി ബാപ്പയില്ലാത്തവരാണോ അവരെ മറക്കല്ലേ, അവരെ ഓർക്കാതിരിക്കല്ലേ.
അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാതിരിക്കല്ലേ. ഇന്നീ പരിശുദ്ധമായ സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പടച്ചവനെ, പ്രിയപ്പെട്ട ബാപ്പയോട് സ്നേഹമില്ലാത്തവർ കാണില്ല. ബാക്കിയുള്ള 2 കാര്യങ്ങള് 2 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടേ വിടൂ. അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ചെറിയൊരു ദിക്ർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് പിരിയുക. അതിനു മുമ്പായി ഞാൻ നിങ്ങളോട് ചോദിച്ചു പോകട്ടെ, നിങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കാന രൂപകൾ മാറ്റിവെച്ച പടച്ചറപ്പേ, കിട്ടുന്നതിന്റെ ഓരോ ഓഹരിയും അവിടന്ന് ബാക്കി അവിടന്ന് ബാങ്കിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് പ്രിയപ്പെട്ട മക്കൾക്കെന്ന് പറഞ്ഞ് മാറ്റിവെച്ച പ്രിയപ്പെട്ട ബാപ്പ, ആ പ്രിയപ്പെട്ട ബാപ്പായ ഈ പരിശുദ്ധമായ സദസ്സിൽ നമുക്കും ഓർക്കണ്ടേ പെങ്ങളെ. ഉമ്മാ, എന്തിനേറെ ഒരു ബാപ്പ മകളെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒന്നും ശരിയായിട്ടില്ല, കല്യാണം അടുത്ത ആഴ്ചയാണ്, എന്തു ചെയ്യുമെന്നറിയില്ല, നൊമ്പരമാണ്, എന്നാലും മകളെ കെട്ടിച്ചയക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ആ ഉപ്പ കരഞ്ഞിട്ട് പറയുമ്പോ ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹുവേ, ഓരോ പിതാവിന്റെ അവസ്ഥ ഇതാണ്. പെൺമക്കളെ കെട്ടിച്ചയക്കുമ്പോ അവർക്ക് പണ്ടം കൊടുക്കാനൊന്നുമില്ലെങ്കിലും ആരുടെ കൈകാല് പിടിച്ചെങ്കിലും എത്ര നാണം കെട്ടെങ്കിലും ബാപ്പ കൊടുക്കാറുണ്ട്. എന്നാ 10 പവനും 20 പവനും 30 പവനും ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. എന്നാൽ ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ സ്ഥാപനത്തിന്, ആ ഖുർആനിന്റെ വില്ലേജിന് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചാ പെങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പച്ച് നിങ്ങൾക്ക് തന്നുപോയ 10 പവൻ വേണ്ട, 20 പവൻ വേണ്ട, 30 പവൻ വേണ്ട, ചെറിയ ഒരു സ്വർണമെങ്കിലും ബാപ്പ തന്നതിന്റെ ഒരൽപ്പം പ്രിയപ്പെട്ട ബാപ്പിച്ചാന്റെ കബറിടത്തിലേക്കൊന്ന് കൊടുക്കാൻ പറ്റുവോ? പരിശുദ്ധമാക്കപ്പെട്ട ബാപ്പിച്ചാന്റെ കബറ് സന്തോഷത്തിന്റെ വീടാക്കാൻ പറ്റുവോ? അല്ലാഹുവേ, റഹീമായ അല്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകര് കടന്നു വരുമ്പോ അല്ലാഹ് നിറഞ്ഞ മനസ്സോടുകൂടി കൊടുക്കുന്നത് അവരെ നീ കബൂലാക്കണേ അല്ലാഹ്, അവരെ സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട വാപ്പമാര് ഒന്നുമില്ല, ഉസ്താദേ, ഞാൻ ഒരു 25 ചാക്ക് സിമന്റോ അല്ലെങ്കിൽ ഒരു 11 ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും നഷ്ടപ്പെടൂല. ലാ തങ്കത്തിയോ അബദാ. ഇന്നിവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഹദിയ ലോകം അവസാനിക്കുന്നത് വരെ ഈ കൊടുത്തവരൊക്കെ മരണപ്പെട്ടു പോയാൽ, പടച്ചവനെ, പാവപ്പെട്ട മക്കൾ ഖുർആൻ ഓതുമ്പോ, ഫാത്തിഹ ഓതുമ്പോ, ഒരു അലിഫ് എഴുതുമ്പോ, തജ്വീദ് പഠിക്കുമ്പോ, അതിന്റെ നിയമങ്ങൾ പഠിക്കുമ്പോ, അത് പഠിപ്പിക്കുമ്പോ അല്ലാഹ് മുറിഞ്ഞു പോകാതെ അതിന്റെ മിഥില സവാബ് കബറിടത്തിലേക്ക് വരൂലേ? നമ്മുടെ മക്കൾ വന്നിട്ട് ദുആ ചെയ്തില്ലെങ്കിൽ എന്താ? നമ്മുടെ പ്രിയപ്പെട്ടവര് വന്ന് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ? ഈ പൊന്നുമക്കൾ ഓതുമ്പോ അതിന്റെ സവാബ് കബറിടത്തിലേക്ക് വേണ്ടേ ബാപ്പാ? അതുകൊണ്ട് പടച്ചവനെ, ബഹുമാനപ്പെട്ട സയ്യിദന്മാര് കടന്നു വരാനിരിക്കുന്ന വേദിയാണ്, ദുആക്കുത്തരമുള്ള വേദിയാണ്, ഒരുപാട് സ്വാലിഹീങ്ങളുള്ള വേദിയാണ്, സ്വാലിഹാത്തുക്കളുള്ള വേദിയാ. അല്ലാഹ് ബാപ്പയോട് സ്നേഹം വെച്ച്, ഉമ്മയോട് സ്നേഹം വെച്ച് ഇന്നവരുടെ ഖബർ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വീടാക്കാ. ഞാൻ ഇത്ര ചാക്ക് സിമന്റ് ഈ പരിശുദ്ധമായ സദസ്സിന് വേണ്ടി കൊടുക്കുന്നെന്ന് പറയാ മനസ്സ് കാണിക്കുന്നവരാരാണ്? അല്ലാഹ്, അവർക്ക് ഇതിന്റെ മിഥില സവാബ് നീ കൊടുക്കണേ അല്ലാഹ്, മോശമാക്കല്ലേ അല്ലാഹ്. അൽഹംദുലില്ലാ, ഇവിടെ പറഞ്ഞു പോയവർക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാ 25 ചാക്ക് സിമന്റ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉറക്കുന്നു പറയും, നിങ്ങൾ ആരും എഴുന്നേക്കില്ല വാപ്പാരെ. 2 കാര്യം പറയാണ്ട് 2 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും ബഹുമാനപ്പെട്ട സയ്യിദന്മാര് വരുമ്പോ. നിങ്ങൾ പറയും, ഉസ്താദേ, ആ സമയം കൂടെ വാള് പറയും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സംഘാടകര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന ഓരോന്നുമാണ് പലതുള്ളി പെരുവെള്ളം. നിങ്ങൾ ഓരോരുത്തർ കൊടുക്കുമ്പോ എത്ര ചുരുങ്ങിയതാണെങ്കിലും അതൊന്ന് ഒരുമിച്ച് കൂട്ടുമ്പോൾ നല്ലൊരു സംഖ്യ കിട്ടും. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഒന്ന് പറയാം, അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ സംഘാടകർ, നമ്മുടെ ഉമ്മമാരെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ഒന്നുമില്ലെങ്കിലും പെങ്ങളെ നിങ്ങൾക്ക് 50 പവൻ തന്ന വാപ്പക്ക് ചെറിയൊരു സ്വർണം ഒന്ന് കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ആദ്യം തന്നെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ അൽഹംദുലില്ലാഹ് 25 ആക്ക് സിമന്റ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഖുലൂ തക്ബീർ. അല്ലാഹുവേ നീ ഖബൂലാക്കണം. ഇന്ന് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അത് മതി. നാളെ നിങ്ങൾ നമുക്കിപ്പോൾ 2 മാസം ഉണ്ട് ഇൻഷാ അല്ലാഹ്. നാളെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങളെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ അടുത്ത് കണ്ണൂർ ഭാഗത്ത് വാതിന് പോയപ്പോ ഇതുപോലെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് നിറഞ്ഞ മനസ്സോടെ ഉമ്മമാര് വാലിന്റെ ഇടയിൽ തന്നെ സ്വർണ്ണങ്ങൾ ഊരി കൊടുക്കുക. ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. അല്ലാഹു തആല അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പെങ്ങളെ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളിപ്പോ മറച്ചൊന്നും പിടിക്കണം. നിങ്ങളുടെ ആഗ്രഹം പോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾക്കൊരു ബോധമുണ്ടല്ലോ, ഞാൻ ഇത് കൊടുത്താൽ ഞാൻ മരിച്ചാൽ എന്റെ കുട്ടി എനിക്ക് വേണ്ടി കൊടുക്കുമെന്നുള്ള ചിന്ത. അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി അല്ലാഹുവേ ഉപ്പയെ പറ്റി പറയുമ്പോ ഉമ്മയെ പറ്റി പറയുമ്പോ മനസ്സ് പൊട്ടിയിട്ടാണ് എന്നോട് പറഞ്ഞത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 25 ചാക്ക് സിമന്റ് ഇവിടെ വാഗ്ദാനം ചെയ്തു. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ ഖബറിടങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹ്. കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ പ്രിയപ്പെട്ട മകൻ ചെയ്തിട്ടുള്ള ഹദിയ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ പടച്ച റബ്ബേ ഒരുപാട് സാമ്പത്തികമായ ഉന്നമനങ്ങൾ ഉള്ളത് കൊണ്ടല്ല, എന്നാലും എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ, എനിക്ക് വേണ്ടി ലക്ഷക്കണക്കാന രൂപകൾ ചിലവഴിച്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പക്ക് എന്റെ ഉമ്മക്ക് വല്ലതും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ ലക്ഷങ്ങൾ വിലമതിക്കുന്ന രോഗങ്ങൾ കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. അറുത്തു മുറിക്കുന്ന രോഗം കൊടുക്കല്ലേ അല്ലാഹ്. റമളാനാണ് സഹോദരിമാരെ സഹോദരങ്ങളെ, ഒരുപാട് മുഅ്മിനുകളും മുഅ്മിനത്തുകളും ഉണ്ട്. ദുആയ പടച്ച റബ്ബ് തട്ടൂല. അങ്ങനത്തെ സദസ്സാണ് അല്ലാഹുവേ. ആ പ്രിയപ്പെട്ടവരെ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്.